ഏറ്റവും അടുത്തും വാതിക്കലായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ഇസ്രായേലിനെ എല്ലാ രാജ്യങ്ങളും കൂടെ ഒറ്റപ്പെടുത്തുന്ന ദിവസങ്ങളൊക്കെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹല്ലേലൂയ, അവർ എന്ത് ചെയ്യും? കുത്തിവെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, കർത്താവ് അവർക്ക് വേണ്ടി വെളിപ്പെടുമെന്നൊക്കെ തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടും കാണുവാനൊക്കെ ഇടയായി തീരുന്നുണ്ട്. കർത്താവിന്റെ മഹാകരുണ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അപ്പോൾ തന്നെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ പലയിടങ്ങളിലും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു. പലയിടത്തിലും സ്തോത്രം ഹല്ലേലൂയ, വല്ലാത്ത ഭാരങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം ആശ്വാസവും ബലവും ഒക്കെ ദൈവം തന്നല്ലോ. നമുക്ക് ആ ദൈവത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 7-ാം സങ്കീർത്തനം അതിന്റെ പ്രാരംഭ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ. എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, വിഭ്രമ ഗീതം എന്നാണ് ഈ സങ്കീർത്തനത്തെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വിഭ്രമ ഗീതം എന്ന് പറയുന്നത് ഹബക്കൂക്കിന്റെ പുസ്തകത്തിനകത്ത് 3-ാമത്തെ അധ്യായത്തിലാണ് വിഭ്രമ ഗീതം എന്ന് കാണുവാൻ ഇടയായിത്തീരുന്നത്. ഈ വാക്ക് ഈ 2 ഭാഗത്ത് മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. ആശ്വാസവും സന്തോഷവും കൂടിക്കലർന്ന ഒരവസ്ഥയാണ് വിഭ്രമം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ആശ്വാസവും സന്തോഷവും കൂടിക്കലർന്ന ഒരു സന്ദർഭം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്, കുശിനിൽ നിന്ന് ശാലേമിന്റെ മരണവാർത്ത കേട്ടറിഞ്ഞ ദാവീദ് സ്തോത്രം ഹല്ലേലൂയ നിലവിളിക്കുന്ന സന്ദർഭവും അപ്പോൾ തന്നെ സ്തോത്രം തന്റെ വേദനയും ഒക്കെ കൂടിക്കലർന്ന ഒരു സന്ദർഭം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് എഴുത്തുകാർ. എങ്കിൽ പോലും നമുക്ക് ആ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്ന് പകൽ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഹല്ലേലൂയ ശക്തീകരിക്കട്ടെ. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട്. 1 അല്ല 2 അല്ല, പല ആവർത്തി ശൗല് തനിക്ക് വിരോധമായിട്ട് തന്നെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് പല മേഖലകളിലേക്കൊക്കെ കടന്നു വരുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണുവാൻ ഇടയായിത്തീരുന്നു. അവിടെയൊക്കെ സ്തോത്രം ആ ഒരു സൂചനയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുവാൻ ഇടയായിത്തീരുന്നത്. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം ഹല്ലേലൂയ, കാട്ടിലെ രാജാവാണ് സിംഹം. സ്തോത്രം. ഇപ്പോൾ ശൗലാണ് രാജ്യത്തിലെ രാജാവ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ദാവീദ് വിളിച്ചു പറയുകയാണ്, അവൻ സിംഹമല്ല, പക്ഷേ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത്. ഹല്ലേലൂയ. ഈ സന്ദർഭങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ, ഈ ഭക്തൻ പറയുകയാണ്, ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുക, അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്റെ ആയുധങ്ങൾ കൊണ്ട്, എന്റെ ബലം കൊണ്ട് എനിക്ക് നിവരെ നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിൽ ഞാൻ ശരണപ്പെട്ടിരിക്കുക, അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം. ഹല്ലേലൂയ. ഈ വേട്ടയാടുന്ന ഈ ജനസമൂഹത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം. അത് ഹല്ലേലൂയ ഈ ദാവീദ് വ്യക്തമായിട്ടും വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരെ ഹല്ലേലൂയ വേദനയോടെയൊക്കെ കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. വളരെ പ്രതീക്ഷയോടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മറ്റൊരു രാജ്യത്തിലേക്ക് പോയി പ്രവേശിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു പറ്റം ഹല്ലേലൂയ 242 പേർ ഹല്ലേലൂയ ആ പ്രതീക്ഷകളെല്ലാം നിമിഷ നേരം കൊണ്ട് സ്തോത്രം തീക്കിരയാക്കി തീർക്കുന്ന സന്ദർഭം നമ്മൾ കണ്ടു.
ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾ നിലവിളിക്കുമ്പോൾ ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ അതിനകത്ത് ഒരാൾ മാത്രമാണ് രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അവിടെ ഹല്ലേലൂയ MBBS-നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഹോസ്റ്റലിലെ കുഞ്ഞുങ്ങള്, നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവർ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായിരുന്ന ആ തലമുറകളിൽ പലരും ഹല്ലേലൂയ ആ ആക്സിഡന്റിൽ നഷ്ടപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് 2ാം വർഷവും 3ാം വർഷവും 4ാം വർഷത്തിലേക്കൊക്കെ പ്രവേശിച്ച കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പെടുന്നനവേ ആ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെ എല്ലാം തകർത്തുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് അവർ മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. നാളുകളിലെ പല പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത്? കർത്താവിന്റെ വരവാണോ അല്ല കർത്താവിന്റെ ഹല്ലേലൂയ പ്രത്യക്ഷതയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഏത് നിമിഷവും എങ്ങനെയും ഹല്ലേലൂയ 10 കന്യകമാർ ഒരു ഹല്ലേലൂയ ഒരുക്കത്തോടെ കാത്തിരുന്നു. അതിൽ 5 പേർ ഹല്ലേലൂയ വിളക്ക് കൂടിയെടുത്തതിന്റെ കൂടെ എണ്ണയുമായിട്ട് കാത്തിരുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരുക്കത്തോടെ ഏത് സമയത്തും പ്രതീക്ഷയോടെ എപ്പോൾ മണവാളൻ വന്നാലും പോകാൻ തയ്യാറാകുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ നിൽക്കണം. കാലം അതാണ് വിളിച്ചു പറയുന്നത്. കാലം അതാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇറാൻ വിചാരിക്കുകയാ ഹല്ലേലൂയ ഇനി ഇതുകൊണ്ടൊന്നും തീരത്തില്ലെന്നൊക്കെ വിചാരിച്ചാൽ തീർന്നതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്രമാത്രം പ്രകോപനങ്ങൾ ലോക രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ വേവലാതിപ്പെടുന്നതെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ ഇന്നലെ നെഹെമ്യാവ് ഇറാനിലെ ജനസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർ നിങ്ങളെ തകർത്ത് കളയും. അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം അത്രമാത്രം സ്തോത്രം ലോകത്തെ തകർക്കാൻ പറ്റുന്ന ആയുധമാണ്. അവരെ നിയന്ത്രിച്ച് വരുതിയിൽ നിർത്തിയില്ലെങ്കിൽ ഈ ലോകത്തിന് ആപത്താണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഹല്ലേലൂയ പ്രവർത്തനത്തിൽ ഞങ്ങളോട് കൂടെ സഹകരിക്കണം. നിങ്ങളെ അല്ല ഞങ്ങൾ നോട്ടമിടുന്നത്, ആ ഭരണകർത്താക്കന്മാരെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്ന ആ സമൂഹത്തിലാണ് ഞങ്ങൾ നോട്ടമിടുന്നത്, നിരപരാധികളായ നിങ്ങളെയല്ല എന്ന് ഹല്ലേലൂയ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇന്നലെ വിളിച്ചു പറയുവാൻ. അപ്പോൾ അത്രമാത്രം ക്രൂരത നിറഞ്ഞ ഒരു ലോക രാഷ്ട്ര ഭരണകർത്താക്കന്മാർ പോലും ലോകത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുമ്പോൾ, സ്വസ്ഥത എടുത്തു കളയാൻ ശ്രമിക്കുമ്പോൾ, സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പല സമയത്ത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സ്വരൂപിച്ചു വെക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരുക്കി വെക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ഹല്ലേലൂയ മറന്നു പോകരുത്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്താണ്? എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ തന്റെ 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ തന്റെ അവസ്ഥ ഹല്ലേലൂയ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. താൻ സ്വയം ഹല്ലേലൂയ ദൈവത്തോട് പറയാ, കർത്താവേ, എന്നിൽ നീതികളൊന്നുമില്ല, അനീതി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. സ്വയം ദൈവത്തോട് പറയുക, എന്നെ ഹല്ലേലൂയ എന്താണ്, ഞാൻ നീതികൾ ഒന്നും ചെയ്തിട്ടില്ല, ദോഷം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്നെ എന്ത് ചെയ്യണം? എന്നെ രക്ഷിക്കണം. സ്തോത്രം. ഒരു യഥാർത്ഥ ഭക്തൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ സ്തോത്രം നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന ദൈവം, ഇപ്പം ദാവീദ് പറയുക, സ്തോത്രം, എന്റെ അവസ്ഥകൾ ദൈവം അറിയുന്നല്ലോ. ഹല്ലേലൂയ. നീതികൾ എന്നിൽ ഇല്ല, അനീതി ഞാൻ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ദോഷം ഞാൻ ചെയ്യത്തുമില്ല, ചെയ്യാൻ അനുവദിക്കത്തുമില്ല. അതുകൊണ്ട് ഭക്തൻ പറയുക, എന്നെ രക്ഷിക്കണം. ദൈവം രക്ഷിക്കാതെ വിടുമോ? ഹല്ലേലൂയ. ദൈവം രക്ഷിക്കാതെ വിടുമോ? ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഹല്ലേലൂയ ദൈവം ഒരു ഇങ്ങനെയുള്ള ഭക്തന്റെ നിലവിളിക്കാണ് മറുപടി തരുന്നത്. ഇങ്ങനെയുള്ള ഹല്ലേലൂയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾക്കാണ് മറുപടി തരുന്നത്. അതുകൊണ്ട് ദാവീദ് ധൈര്യത്തോടെ ദൈവത്തോട് പറയുക, എന്നെ രക്ഷിക്കണം. ഹല്ലേലൂയ. ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അതാണ് വെളിപ്പെടുത്തുന്നത്. 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടന്റെ ന്യായവിധി ദൈവം ഹല്ലേലൂയ ദൈവം നടത്തുമെന്ന് സ്തോത്രം. 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ
വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. അവൻ മനം തിരിയുന്നില്ലെങ്കിൽ വാളിന് മൂർച്ച കൂട്ടുമെന്നും വചനത്തിനകത്ത് ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ദുഷ്ടൻ മനം തിരിയുന്നില്ലെങ്കിൽ അവൻ ഹല്ലേലൂയ ദൈവം തന്റെ വാളിന് മൂർച്ച കൂട്ടുമെന്നും നാം ഇവിടെ വ്യക്തമായിട്ടും വെളിപ്പെടുത്തുന്നു. ഞാൻ ഭാഗത്തേക്കൊക്കെ വരാം. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എന്ത് തന്നെയാണെങ്കിലും ദുഷ്ടൻ എന്നെ അതിക്രമിച്ച് എന്നെ ഇല്ലായ്മ ചെയ്താലും ശരി, അവൻ ഹല്ലേലൂയ എനിക്ക് നേരെ എന്തെല്ലാം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചാലും ശരി, ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി തീരുന്നത്. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ എന്താണ്? സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത്. ഹല്ലേലൂയ. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുത്. ഹല്ലേലൂയ. സിംഹം എന്ന പോലെ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. എന്നെ കീറിക്കളയരുത്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു ആദിവാസി യുവതിയെ അവരുടെ ഭർത്താവ് തന്നെ കൊന്നു. ഹല്ലേലൂയ. കൊന്നിട്ട് ആദ്യ ചവിട്ടി കൊന്നതെന്നാ പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. 12-13 വാരിയല് ഒടിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നുറുങ്ങിയിട്ടുണ്ട്. അതിലെ ചില വാരിയലുകൾ ശ്വാസകോശം എല്ലാം തുളച്ച് ആ ശരീരം ഹല്ലേലൂയ ചിന്ന ഭിന്നമാക്കി. അത്രയ്ക്ക് ക്രൂരമായിട്ട് ആ ഭാര്യനെ ഹല്ലേലൂയ ഭർത്താവ് ഉപദ്രവിച്ചു കൊന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു ആന എങ്ങനെ കൊല്ലുന്നു ആ നിലയിലാണ് ആ ഭാര്യനെ ആ വ്യക്തി കൈകാര്യം ചെയ്തത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അത്ര മൃഗീയമായിട്ട് തനിക്ക് അത് ചെയ്യാൻ ഹല്ലേലൂയ തോന്നി എന്നുള്ളതാണ്. ആരുമില്ല. ഞങ്ങള് അവിടെ പോയി പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. പല പ്രാവശ്യം പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു കൊലപാതകം അവിടെ നടന്നു. ഇപ്പോൾ അടുത്ത കൊലപാതകം അവിടെ നടന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്താ പറഞ്ഞാൽ അവര് നാട്ടിലെ വിഭവങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് ജീവിക്കുന്ന ഒരു പറ്റം ജനസമൂഹമാണ്. ഹല്ലേലൂയ. അങ്ങോട്ട് യാത്രാ ക്രമീകരണങ്ങളൊക്കെ കുറവാണ്. എങ്കിലും ആ വനത്തിനുള്ളിൽ ഒത്തിരി കുടിലുകളുണ്ട്. ആ കുടിലൊക്കെ പോയി ഹല്ലേലൂയ സുവിശേഷം അറിയിപ്പാനൊക്കെ ഭാഗ്യം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം ഹല്ലേലൂയ എത്ര തന്നെ പറഞ്ഞാലും ചെവിക്കൊള്ളുന്നവർ ചുരുക്കമാണ്. അത് മനസ്സിലാക്കുന്നവർ ചുരുക്കമാണ്. സുവിശേഷം എത്ര തന്നെ പറഞ്ഞാലും കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോൾ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ആ മനോഭാവത്തോടൊക്കെയാണ് പല മനുഷ്യരും ജീവിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത്. ഹല്ലേലൂയ. സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത്. എന്നിട്ട് അവിടെ പറയുന്നു, വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ആരും സഹായിപ്പാനില്ലാതിരിക്കുമ്പോഴാണ് ഇവൻ കീറിക്കളയാൻ വരുന്നത്. ഹല്ലേലൂയ. സിംഹം കീറിക്കളയാൻ വരുന്നത് ആരും വിടുവിപ്പാൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ്. ഹല്ലേലൂയ. ഒരു കള്ളൻ വരുന്നത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. ആരും അറിയാത്ത സമയത്ത്, ആ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുന്നത്. അതുപോലെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സിംഹം എന്ന പോലെ, സിംഹമല്ലവൻ, പക്ഷേ അതുപോലെ എന്നെ കീറിക്കളയരുത്. സിംഹം കീറിക്കളഞ്ഞാൽ ചിന്ന ഭിന്നമായി. ഹല്ലേലൂയ. സിംഹം ഹല്ലേലൂയ ഒരു മനസാക്ഷിയും കാണിക്കത്തില്ല. സിംഹം. ഹല്ലേലൂയ. സിംഹമായാലും കടുവായാലും പുലിയായാലും ഒരു മനസാക്ഷിയും കാണിക്കത്തില്ല. പിച്ചിയാൽ പിടിച്ച് കീറിക്കളയും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവൻ എന്നെ കീറിക്കളയരുതേ. ഹല്ലേലൂയ. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെ പറയുകയാണ്, ഞാൻ അവനെന്നെ കീറിക്കളയത്തക്ക നിലവാരത്തിൽ, ഈ ശത്രു എന്നെ വേട്ടയാടാൻ കടന്നു വരുന്ന ആ നിലവാരത്തിൽ എന്നിൽ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ വരട്ടെ. എനിക്ക് ഹല്ലേലൂയ എന്നിൽ ദൈവത്തിന് നിരക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ തകർത്ത് കളയട്ടെ. എനിക്കതിനകത്ത് വിരോധമില്ല. ഹല്ലേലൂയ. എന്റെ ദൈവമായ യഹോവേ, ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുവൻ വെല്ലുവിളിച്ച് കടന്നു വരണമെങ്കിൽ
അവന്റെ പക്കൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവൻ കടന്നു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു സഹോദരിയെ 2 മാസക്കാലം ജയിലിൽ കള്ളക്കേസിൽ കുടുക്കിയിട്ടു. മറ്റാരുമല്ല ഇട്ടത്, മരുമോടെ അനിയത്തിയ. സ്തോത്രം. എന്താ കൊണ്ടിട്ട്? മയക്കുമരുന്നിന്റെ സ്തോത്രം ബിസിനസ് ആ പ്രിയപ്പെട്ടവർക്കുണ്ടെന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് കള്ളക്കേസിൽ കുടുക്കി കൊണ്ടുവന്നിട്ടു. എന്തൊരു കുടുംബ സ്നേഹമോ അല്ലെ. ഇതുപോലെയാണ് അവിടെ വായിക്കുന്നത്, എന്റെ ദൈവമായ യഹോവേ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവരോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും നമ്മൾ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവൻ ഈ സിംഹം എന്നെ കടിച്ചു കീറി കളയട്ടെ. പക്ഷേ നീതികേട് എന്നിൽ വന്നിട്ടില്ലെന്ന്, അനീതി ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പ് പറയുകയാണ് ഈ സങ്കീർത്തനക്കാരൻ. ഇന്ന് പരിസമയത്ത് ദൈവമക്കളെ, നമുക്ക് ആ ഉറപ്പ് പറയാൻ കഴിയുമോ? എനിക്ക് ബന്ധുവായിരുന്നവരോട് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടാതെ എനിക്ക് വൈരിയായിരുന്നവരെ ഞാൻ വിടുവിച്ചുവല്ലോ. പല ആവർത്തി ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കിട്ടി. സ്തോത്രം. നമുക്കറിയാം 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 26-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഗുഹകളിൽ കടന്നു വന്ന ശൗലിനെ തന്റെ കരത്തിൽ കിട്ടിയിട്ട് വാളും അവൻ കുടിക്കുന്ന പാനപാത്രവും ഒക്കെ എടുത്തുകൊണ്ട് ദാവീദ് മലമുകളിൽ കയറി ചെന്നിട്ട് സ്തോത്രം വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിന്റെ അഭിഷക്തനാണ്. ദൈവത്തിന്റെ അഭിഷക്തന്റെ മേൽ കൈവെക്കുന്നത് എനിക്ക് യോജിച്ചതല്ലെന്ന് ശൗലിനോട് വിളിച്ചു പറയുന്ന സന്ദർഭമുണ്ട്. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് തന്റെ ആ രാജവസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചെടുത്തിട്ട് താൻ ദാവീദിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ അടുക്കൽ വന്നിരുന്നു, എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു, വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു. എനിക്ക് നിന്നെ കൊല്ലുന്നത് എന്റെ പദ്ധതിയല്ല. നിന്നെ ശിക്ഷിക്കാനും ന്യായം വിധിക്കാനും എന്റെ ഉടയതമ്പുരാൻ ഉണ്ട് എന്ന്, ദൈവമുണ്ട് എന്ന് അവൻ ശൗലിനോട് വിളിച്ചു പറയുന്ന സന്ദർഭമൊക്കെ നമുക്ക് അവിടെ കാണുവാനൊക്കെ ഇടയായിത്തീരുന്നു. ഇന്ന് പല സമയത്ത് വൈരിയെ തന്റെ കയ്യിൽ കിട്ടിയിട്ടും തനിക്കെതിരെ ദോഷം ചെയ്യുന്നവനെ തന്റെ പക്കൽ ലഭിച്ചിട്ടും അവന് വിരോധമായിട്ട് വാള് ഉയർത്താതെ, നീതികേട് ചെയ്യാതെ, നീതികേട് ചെയ്യാൻ അവസരമുണ്ടായിട്ട് നീതികേട് ചെയ്യാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ഭക്തനെ നമുക്ക് അവിടെ കാണുവാനൊക്കെ ഇടയായിത്തീരുന്നു. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശത്രു എന്നെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ, അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ, എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ, എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. എന്താണ് അത്രയും കാര്യങ്ങൾ ദാവീദ് അല്ലെങ്കിൽ ഈ ഭക്തൻ അവിടെ പറഞ്ഞിട്ട്, ഇത്രയും കുറ്റങ്ങൾ എന്റെ മേൽ ഉണ്ടെങ്കിൽ അവൻ എന്നെ വിധിക്കട്ടെ, അവൻ എന്നെ തകർക്കട്ടെ, അവൻ എന്നെ ഇല്ലായ്മ ചെയ്യട്ടെ, അവൻ എന്നെ പിന്തുടരട്ടെ, എന്നെ പിന്തുടർന്ന് പിടിച്ച് എന്നെ ഇല്ലായ്മ ചെയ്യട്ടെ. പക്ഷേ ദാവീദ് പറയുന്നു, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബന്ധുവായിരുന്നവരോട് ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല. 2 കുലത്തിൽപ്പെട്ടവരാണെങ്കിലും സ്തോത്രം അവരെ ബന്ധുവായിട്ട് കാണാൻ ദാവീദ് മനസ്സ് വെച്ചു. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ അവിടെ പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, എന്നിൽ കുറ്റമില്ലെന്ന് ദാവീദ് അവിടെ ഉറപ്പ് പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാമത്തെ ഭാഗമാണ് 6-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചു. യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണം, എനിക്ക് വേണ്ടി ഉണരണമേ, നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയാണ്
ദാവീദ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇത് എന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എന്റെ അവസ്ഥയാണ്. ഞാൻ നിരപരാധിയാണ്, എന്നിൽ കുറവില്ല എന്ന് ദൈവത്തിന് മുമ്പാകെ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയുടെ ആമുഖം അവിടെ വെളിപ്പെടുത്തുകയും, നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഉപവാസം പ്രാർത്ഥനയൊക്കെ ക്രമീകരിക്കുമ്പോൾ ദൈവമേ എന്നേറ്റു പറഞ്ഞ് ക്രമീകരണം പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പക്കൽ നിന്ന് മറുപടിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മാസവും നമുക്ക് അവസാന നാളുകളിൽ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പലരും വരും, വരാതെയിരിക്കും. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഒരു നേരമെങ്കിലും ഞാൻ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് എന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഞാൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക് പ്രാധാന്യം അതിൻ്റെതായ മുഖ്യസ്ഥാനം കൊടുക്കാതെ ഞാൻ നിങ്ങളും പലപ്പോഴും ഹല്ലേലൂയ വഴുതി വീണിട്ട് ദൈവമേ രക്ഷിച്ചോണേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷ നമ്മുടെ പക്കലേക്ക് എത്തത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പല സമയത്ത് ഇവിടെ ദാവീദ് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചത് അല്ല, ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ വളരെ വിശാലമാണ്. എന്താണ്? ദൈവമേ എന്റെ കുടുംബത്തിൽ, എന്റെ ഹല്ലേലൂയ ഭവനത്തിൽ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഞാൻ ഹല്ലേലൂയ അനീതിയായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്റെ കുടുംബത്തിൽ ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല. എന്റെ ബന്ധുവായിരുന്നവരോട് ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല. ഇവൻ എന്നെ സിംഹമെന്ന കണക്ക് വലിച്ചു കീറാനായിട്ട് എന്റെ മുമ്പിലേക്ക് പലപ്പോഴും കടന്നു വരുന്നു. അവൻ എന്നെ പിന്തുടരത്തക്ക നിലവാരത്തിൽ എന്നിൽ ഒരു ദ്രോഹവും ഇല്ല എന്ന് ദൈവമുമ്പാകെ തന്നെ സമർപ്പിക്കുക. എന്നിട്ട് പറയുക, ദൈവമേ ഈ കാര്യങ്ങളിൽ ദൈവം ഒരു ന്യായകർത്താവായിട്ട് തീരണം. ഞാൻ ന്യായം വിധിക്കാൻ വരുന്നില്ല, നീ ദൈവമായ കർത്താവ് ഒരു ന്യായാധിപതിയായിട്ട് ഈ വിഷയത്തിന്റെ നടുവിലൊന്ന് ഇറങ്ങി വരണം. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ നമ്മുടെ വിഷയത്തിന്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കരം വിശുദ്ധമായിരിക്കണം, നമ്മുടെ ഹൃദയം ഹല്ലേലൂയ വെടിപ്പായിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് അവിടെ പറയുന്നത്, യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ, എനിക്ക് വേണ്ടി ഉണരണമേ. എന്താ കാരണം? നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, 6:10 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഇഷ്ടം, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ. ഇത് സ്തോത്രം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അവിടെ കർത്താവ് പഠിപ്പിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? നിന്റെ രാജ്യം വരണം. എവിടെ വരണം? നമ്മുടെ ഉള്ളിൽ വരണം. ദൈവത്തിന്റെ രാജ്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് എന്തില്ല? അവിടെ അശുദ്ധി ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇടപെടാതെ രാപ്പകൽ ആരാധന മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് ആരാധന മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെച്ചുകൊണ്ട് യഹോവ പരിശുദ്ധൻ 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 എന്ന് 24 മണിക്കൂറും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിലേക്ക് എന്ത് വരണം? ദൈവത്തിന്റെ രാജ്യം വരണം. ദൈവത്തിന്റെ രാജ്യം വരണം. നാളുകളിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും നമ്മളെ എങ്ങനെ ആക്കി തീർക്കണമെന്നും വ്യഗ്രപ്പെട്ട് നാം ഓടുമ്പോൾ ഇന്ന് പല സമയത്ത് ദൈവവൈതലെ ഇന്നലെക്കാൾ ഇന്ന് അല്ലെങ്കിൽ നാളുകളിൽ ഞാൻ എന്തായി തീരണമെന്നൊക്കെ ഞാൻ വലിയ പ്രതീക്ഷകൾ നടത്തിക്കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഓടുമ്പോൾ എനിക്ക് മറന്നു പോകുന്ന കുറെ കാര്യമുണ്ട്. ദൈവത്തിന്റെ രാജ്യം എന്നിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിൽ അവിടെയാണ് മത്തായി സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം.
ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നേ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഉരുവാക്കിയിരിക്കുന്നേ. ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ചുറ്റും ഒത്തിരി അയൽവക്കക്കാരും പല ജാതിയിൽപ്പെട്ടവരും പല മതത്തിൽപ്പെട്ടവരും പല ചിന്താഗതികളും ഉള്ളവരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും അവരുടെ ചിന്തകൾക്കും അവരുടെ ആലോചനകൾക്കും അല്ല നാം ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ ഹല്ലേലൂയ രാജ്യത്തിൽ ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കണം? സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. ഹല്ലേലൂയ. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടുത്തെ ആധാരത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഹല്ലേലൂയ സംവിധാനത്തിൽ ഞാനും നിങ്ങളും ഹല്ലേലൂയ അല്ല. ഇവിടുത്തെ റേഷൻ കാർഡോ ആധാർ കാർഡോ കൊണ്ടല്ല ഞാനും നിങ്ങളും ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് സ്വർഗം ഇറങ്ങി വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സ്വർഗീയ ഉടമസ്ഥൻ എന്ന് പറയാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം വാഴണം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത് നിന്റെ രാജ്യം. ഹല്ലേലൂയ. അന്നും ഇന്നും പറയുന്ന കാര്യമാണ് ദൈവത്തിന്റെ രാജ്യം, സ്വർഗീയ രാജ്യം. ഹല്ലേലൂയ. എന്നിട്ട് പറയാ നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ. ഇതെപ്പോഴാ സംഭവിക്കുന്നേ? ഇവിടുത്തെ സകല അശുദ്ധിയും മാറ്റിയിട്ട് സ്വർഗീയ പിതാവ് ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ പുത്രൻ തമ്പുരാൻ പിതാവിന്റെ കരത്തിലേക്ക് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഹല്ലേലൂയ നമുക്ക് വെളിപ്പാട് ഹല്ലേലൂയ സ്തോത്രം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയും എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ഈ ഭൂമിയിലെ ഇഷ്ടം നിർവഹിക്കുന്നവരല്ല സ്വർഗത്തിൽ കയറാൻ പോകുന്നത്. സ്വർഗത്തിൽ കയറാൻ പോകുന്നത് സ്വർഗീയ ഇഷ്ടം നിർവഹിക്കുന്നവരാ. ദൈവ വിളി കേട്ടവരാ. ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ വിളി കേട്ടവരാണ് സ്വർഗീയ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുള്ളവർ. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ടും പറയുന്നത്, അപ്പോസ്തലനായ പൗലോസിലൂടെ പറയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കാത്തവർക്ക്, ക്രിസ്തുവിൽ ജനിക്കാത്തവർക്ക്, ക്രിസ്തുവിൽ ജീവിക്കാത്തവർക്ക് ഉയർപ്പില്ല എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ആരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും ക്രിസ്തുവിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതിന് യാതൊരു മാറ്റവും ഇല്ല. ക്രിസ്തുവിൽ ജനിച്ചവർക്ക് ക്രിസ്തുവിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിൽ മരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മരണവീട്ടിലൊക്കെ നമ്മൾ പറയും ഈ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു യാക്കോബുകാരനായ അച്ഛൻ ഞങ്ങളെ എന്റെ സ്തോത്രം അളിയന്റെ സ്തോത്രം ഹല്ലേലൂയ അളിയൻ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ സ്തോത്രം കുടുംബത്തിലെ സ്തോത്രം പെങ്ങളുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ഹല്ലേലൂയ. അച്ഛൻ നിന്നുകൊണ്ട് ഇങ്ങനെ തട്ടിവിടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വിശുദ്ധൻ കൂടെ ഉണ്ടായി. ഹല്ലേലൂയ. ഈ മരിച്ചയാള് വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു വിശുദ്ധനും കൂടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് മധ്യസ്ഥത അയക്കാൻ എത്തപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കണ്ണും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി കുടുംബകലവും ഉണ്ടാക്കി ഏതെല്ലാം നിലയിൽ ജീവിച്ചാലും മരണപ്പെട്ട് കഴിഞ്ഞ വിശുദ്ധനാക്കുന്ന ഒരു പദ്ധതിയാണ് സ്തോത്രം ഹല്ലേലൂയ മതപരിപാടി എങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽസമയത്ത് ദൈവമക്കളെ നമ്മൾ എങ്ങനെ ജീവിച്ചാലും നമ്മളെ വിശുദ്ധനാക്കുമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്തിനാ?
ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്തിനാ? ഇന്ന് പല സമയത്ത് നമ്മളെ തന്നെ ദൈവ മുമ്പാകെ, അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്നിട്ട് നമ്മൾ പറയണം, ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലരും പല പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത്, പല നിലവാരത്തിലുള്ള പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിലും അകപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, ആവശ്യമുള്ള ആഹാരം, നമുക്ക് ഏറ്റവും വലുതാണ് ആഹാരം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആവശ്യമുള്ളത്, ആവശ്യമുള്ള ആഹാരം, അത് സമ്പത്താകട്ടെ, വയറു നിറച്ചുള്ള ആഹാരമാകട്ടെ, അത് ഹല്ലേലൂയ വീടാകട്ടെ, വാഹനമാകട്ടെ, എന്തുമാകട്ടെ, നമുക്ക് ആവശ്യമുള്ള ആഹാരം. ഹല്ലേലൂയ. അത് തരണമെങ്കിൽ ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ രാജ്യം വരണം. ദൈവത്തിന്റെ രാജ്യം വരിക മാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നമ്മളിലൂടെ വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മളിലൂടെ വെളിപ്പെട്ടാൽ മാത്രമേ നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും പ്രശ്നമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവത്തെ മറക്കാതെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ, ദൈവത്തെ മറക്കാതെ സേവിക്കാൻ പറ്റത്തുള്ളൂ. ഈ മഴ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ മഴ കഴിഞ്ഞിട്ട് ആരാധിക്കാൻ പറ്റത്തില്ല. വലിയൊരു വെയിൽ വരുന്നുണ്ട്, വെയിൽ കാലത്ത് പറയും വെയിലിന്റെ ചൂടിൽ എങ്ങനെ ആരാധിക്കും, വെയിലിന്റെ ചൂട് കഴിയുമ്പോൾ മഞ്ഞുകാലം വരും, അന്നും പറയും പല പോക്കുവഴികളും പറഞ്ഞ ദൈവത്തിന്റെ രാജ്യം നമ്മളിലേക്ക് വരുന്നത് എങ്ങനെ, എപ്പോഴാ? ഹല്ലേലൂയ. ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്, ദൈവമേ, വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ, എനിക്ക് വേണ്ടി ഉണരണമേ. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, 33-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. വായിച്ചേ. 33-10. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുന്നു, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട്, നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും, നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും, വംശങ്ങൾ കുമ്മായം ചുടുന്നത് പോലെയാകും, വെട്ടിക്കളഞ്ഞ മുള്ളു പോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. എപ്പോൾ? ആ സമയം നമുക്ക് വ്യക്തമല്ല, ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്ന ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉന്നതൻ. അന്ന് ദൈവം മാത്രം ഉന്നതനായിരിക്കും. ഇന്ന് സമൂഹത്തിൽ പല ഉന്നതന്മാരുമുണ്ട്, എന്നാൽ അത്യുന്നതൻ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഉന്നതന്മാരൊക്കെ അത്യുന്നതന്റെ മുമ്പിൽ വിറയ്ക്കും മുട്ടിടിക്കുന്ന കാലഘട്ടം വരുന്നുണ്ട്. അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഉന്നതന്റെ മേൽ നിൽക്കുന്ന അത്യുന്നതൻ നമുക്ക് മേളിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, ദൈവരാജ്യം സ്വർഗരാജ്യം നമ്മളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് നാം പറയണം, കർത്താവേ, അന്നുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമയെന്ന് ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തിട്ട്, ഹല്ലേലൂയ, ഇന്ന് പല സമയത്ത് നമ്മൾ വിളിച്ചാൽ ദൈവം വിളിപ്പുറത്തെത്തുക മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങളിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇടപെടുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ ഇവിടെ തീരും. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വൈക്കോലിനെ ഗർഭം ധരിച്ച് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പ്രയോജനമില്ലാത്തതിനെ ചിന്തിച്ച് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, താളടിയായിട്ട് പോകും. പ്രയോജനമില്ലാത്തതിനെ നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു. അപ്പൊ ദൈവത്തിന് ഇരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് ഇരിപ്പിടം കൊടുക്കാതെ നമ്മൾ മറ്റു പലതിനെയും ഗർഭം ധരിക്കുക ഹൃദയത്തിനകത്ത്.
ഹല്ലേലൂയ. മറ്റു പലതിനും പ്രശംസ കൊടുക്കുകയാണ്, സ്ഥാനങ്ങൾ കൊടുക്കുകയാണ്. പലതിനും നമ്മൾ മാനം കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം അവിടെ ഗർഭം ധരിക്കുന്നത് മറ്റ് വൈക്കോല ഗർഭം ധരിക്കുന്നത്, എന്നിട്ട് പ്രസവിക്കുന്നത് താളടിയെ പ്രസവിക്കുകയാണ്. ഹല്ലേലൂയ. വേദനകളെ പ്രസവിക്കുകയാണ്, പ്രശ്നങ്ങളെ പ്രസവിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് പലതും ഉരുവായി വരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും. നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, നമ്മൾ എന്തോ പ്രസവിച്ചത് അത് തീക്കകത്ത് എന്തായിട്ട് തീരും? ദഹിപ്പിക്കപ്പെടും. എന്നിട്ട് ന്യായവിധിയോട് ദഹിപ്പിച്ചു കളയും. വംശങ്ങൾ കുമ്മായം ചാടുന്നത് പോലെയാകും. വെട്ടിക്കളഞ്ഞ മുള്ളു പോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും. ഹല്ലേലൂയ. ഈ പ്രയോജനമില്ലാത്ത ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മളൊക്കെ പ്രയോജനമുള്ളവരായിട്ട് മാറണം. ഹല്ലേലൂയ. ഈ പ്രയോജനമില്ലാത്ത ലോകത്ത് ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ആയി തീരാമെന്നുള്ളതിനേക്കാൾ ഞാൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുമെന്ന്, ദൈവസന്നിധി നിലനിർത്തുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ശേഷിക്കുന്ന ആയുസ് ചുരുക്കമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. എത്ര കാലം ഈ ഭൂമുഖത്ത് ഞാൻ നിങ്ങൾ ഉണ്ടാകുമെന്നൊന്നും തീർപ്പ് പറയാൻ കഴിയത്തില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഇന്ന് പകൽസമയത്ത് ദൈവമക്കളെ, നമുക്കൊരു ആത്മീയ ഹല്ലേലൂയ ചിന്ത നമ്മൾ കത്തണം. ഒരു ആത്മീയ ഹല്ലേലൂയ, ഒരു രോഗത്തിന്, ഒരു വൈറസിനില്ല നമ്മള്. ഹല്ലേലൂയ. ഒരു ബ്ലോക്കിനില്ല നമ്മള്. ഹല്ലേലൂയ. നമ്മുടെ ഏതെങ്കിലും ഒരു ഞരമ്പ് ബ്ലോക്കായാൽ ഇല്ല നമ്മള്. ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് എന്താ പ്രശംസിക്കാനുള്ളത്? ദൈവം ഹല്ലേലൂയ നമ്മളിൽ വസിച്ചാൽ, ദൈവം നമ്മളിൽ ഹല്ലേലൂയ വെളിപ്പെട്ടാൽ. ഇവിടെ വായിക്കുന്നു, സങ്കീർത്തനക്കാരൻ പറയുക, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഉണരണമേ, നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ, ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടണം. എന്നിട്ട് സമയം പോകുന്നില്ല, പെട്ടെന്ന് താഴോട്ട് വായിച്ചാട്ടെ. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു, യഹോവയുടെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയാ, യഹോവേ ജാതികളെ ന്യായം വിധിക്കുന്നു, യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണം. ഹല്ലേലൂയ. എല്ലാവരെയും വിധിക്കുന്നത് പോലെ അല്ല ദൈവമക്കളെ വിധിക്കുന്നത്. ദൈവമക്കളെ വിധിക്കുന്നത് അവരുടെ പരമാർത്ഥതയ്ക്കും ന്യായത്തിനും തക്കവണ്ണം ഒരു വിധി ദൈവമക്കൾക്കുണ്ട്. ഹല്ലേലൂയ. ശത്രുക്കളുടെ ദോഷം, ഹല്ലേലൂയ, ദോഷാരോപണങ്ങൾ കേട്ട് ഹല്ലേലൂയ മശിഹായുടെ മുമ്പിൽ ഹല്ലേലൂയ അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണ് ഈ സങ്കീർത്തനം. എങ്കിൽ ഇന്ന് പകൽസമയത്ത് ഭാവി ന്യായവിധിയെ പ്രവചിക്കുന്നു ഈ സങ്കീർത്തനം. ഹല്ലേലൂയ. ലോകജാതികൾ മാനസാന്തരപ്പെടണമെന്ന് ഈ സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ഹല്ലേലൂയ. നീതിമാനായ ദൈവം ഹല്ലേലൂയ ഒരു സ്കാനിങ്ങിലൂടെ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു എക്സ്റേ ഇതിലൂടെ നമ്മളെ എന്ത് ചെയ്യും? ഹല്ലേലൂയ നമ്മുടെ ആന്തരിക അവയവങ്ങളെ ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ അസ്ഥി ഒടിഞ്ഞ അസ്ഥി എങ്ങനെയാണ് ഒടിഞ്ഞതെന്ന് എക്സ്റേ എടുക്കുമ്പോൾ മനസ്സിലാകുന്നത് പോലെ ഹല്ലേലൂയ ഹൃദയത്തിനകത്തുള്ള ചിന്തകളെ ഇവിടെ എക്സ്റേ എടുക്കാനോ ഇവിടെ സ്കാൻ ചെയ്യാനോ ഒരു സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ സംവിധാനങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ദൈവം പറയുകയാണ്, ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പോലും ശോധന ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ
ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടാത്തതെല്ലാം വെളിപ്പെടുന്ന ഒരു ഹല്ലേലൂയ ദൈവ സന്നിധി ഉണ്ട് എന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ഉറപ്പിക്കുക. അവിടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ, അല്ലെ? ഹല്ലേലൂയ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീയങ്ങളെയും ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ അന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്താണ് വിഷമം എന്ന് കണ്ടുപിടിച്ചിട്ട് മരുന്ന് തരാമെന്ന് പറഞ്ഞാൽ എത്ര സ്കാൻ ചെയ്താലും ആ വിഷമം എന്നാന്ന് ഡോക്ടർക്ക് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. ആ ഹാർട്ടിനകത്ത് എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഹൃദയത്തിനകത്തുള്ള വേദന മനസ്സിലാക്കാൻ ഒരു ഡോക്ടർക്കും കഴിയത്തില്ല. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീതിമാനെ ഉറപ്പിക്കണമേ, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എന്റെ പരിചയായ ദൈവത്തിന്റെ പക്കലുണ്ട്. അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. അവൻ ഹൃദയ പരമാർത്ഥം ഹൃദയത്തിനകത്തുള്ള പരിച്ഛേദന അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ദൈവം പറയുകയാണ്, എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന എല്ലാ ആയുധത്തെയും ഹല്ലേലൂയ തകർത്ത് കളയാൻ പറ്റുന്ന പരിച ദൈവത്തിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ലെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രയെന്ന് പറയുമ്പോൾ നമുക്കുള്ള പോരാട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന പരിച പിടിച്ചു നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ട സേനകളുടെയും തന്ത്രം നമ്മുടെ ജീവിതത്തിൽ ഫലിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെയാണ് പറയുന്നത്, എന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. ഹൃദയത്തിൽ ഹല്ലേലൂയ പരമാർത്ഥതയുണ്ടോ രക്ഷ പ്രാപിപ്പാൻ ഹല്ലേലൂയ ആരെയും ആശ്രയിക്കേണ്ട, സ്വയം ദൈവം നമ്മളെ രക്ഷിക്കും. എന്നിട്ട് പറയാ, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ഹല്ലേലൂയ. ഓരോ അനീതി കാണുമ്പോഴും ദൈവം കോപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഓരോ ദുഷ്ടത കാണുമ്പോഴും ദൈവം കോപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കൊച്ചു കേരളത്തിലല്ലേ സ്വന്തം അമ്മ സ്തോത്രം പ്രസവിച്ച കുഞ്ഞിനെ കാലെ പിടിച്ച് പാറയിലടിച്ചു കൊന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് കോപം ജ്വലിക്കത്തക്ക നിലവാരത്തിൽ എത്രമാത്രം ക്രോധം വരുത്തുന്ന സ്തോത്രം അശുദ്ധമായ കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ മനുഷ്യൻ ഭീകര ഹല്ലേലൂയ ജന്തുവായിട്ട് മാറുമ്പോൾ ഇവിടെ വായിക്കുന്നു, ദൈവം ന്യായാധിപതിയാകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് 12ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും, അവൻ തന്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊക്കെ സുഖമായിട്ട് അങ്ങ് പോകുകയാണ്. ഇങ്ങനെയൊക്കെ പോയാൽ അങ്ങ് പോകാന്നുള്ള നിലയിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസനം. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു ഉടായിപ്പും പറ്റത്തില്ല, നടക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ നമ്മൾ ധരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ മനം തിരിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. എന്നിട്ട് അവൻ പറയുന്നു, അവൻ തന്റെ വില്ലു കുലച്ച് ഒരുക്കിയിരിക്കുന്നു. എപ്പോഴും ഉന്നം പിടിച്ചിരിക്കുക, എപ്പോഴാ എയ്യേണ്ടതെന്ന് ഹല്ലേലൂയ എപ്പോഴേ ഹല്ലേലൂയ എയ്യണമെന്നുള്ള നിലയിൽ ഹല്ലേലൂയ അവൻ വില്ലു കുലച്ച് എന്ത് ചെയ്തു? ഒരുക്കിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു, തന്റെ ഹല്ലേലൂയ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. ഇതാ അവന് നീതികേടിനെ നോവ് കിട്ടുന്നു. ഹല്ലേലൂയ. അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് 15ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി, അവൻ തന്നെത്താൻ വീണു. ഹല്ലേലൂയ. ദുഷ്ടൻ കുഴിച്ച കുഴിയിൽ ആ കുഴി കുഴിച്ചവൻ തന്നെ വീഴുകയാണ്. എന്നിട്ട് ഹല്ലേലൂയ 17ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും.
അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ഇതൊക്കെ വിവരിച്ചു പോകാനൊക്കെ താല്പര്യമുണ്ടെങ്കിലും ദൈവസന്നിധി ഞാൻ ഇരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പരിശുദ്ധ കർത്താവേ, അങ്ങ് നല്ല കൂടിവരവിനായി സ്തോത്രം. ദൈവമായ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവ് വീണ്ടും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.